Hi partners, have a nice day. പേൾവെയിൻ ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ബാങ്കിംഗ് സിസ്റ്റം അവതരിപ്പിക്കുന്ന 6 പ്രൊജക്റ്റുകളുടെ ഒരു പാർട്ണറായിരിക്കും നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ്. ലോകത്തിൽ മുഴുവൻ ഇന്ന് പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ പ്രോഗ്രാമുകൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് 2 രീതിയിലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെൻട്രലൈസ്ഡ് സിസ്റ്റവും ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റവും. സെൻട്രലൈസ്ഡ് സിസ്റ്റത്തെയാണ് നാം ഇന്ന് വരെ 90% ആളുകളും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തു പോകുന്നത്. പുതിയ സാങ്കേതിക വിദ്യയുടെ ഭാഗമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട പുത്തൻ ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായി രൂപം കണ്ട മറ്റൊരു ഫിനാൻഷ്യൽ സിസ്റ്റമാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ സെൻട്രലൈസ്ഡ് എന്നാൽ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതിന് നമുക്ക് ചെറിയൊരു ഉദാഹരണവുമായി മുന്നോട്ട് പോകാം. അതായിരിക്കും ഏറ്റവും നല്ലത്. സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ നിരന്തരമായി കൈകാര്യം ചെയ്യുന്ന പണവുമായി ബന്ധപ്പെട്ട ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ബാങ്കിങ് സിസ്റ്റത്തിൽ സംഭവിക്കുന്നത്? 2 വ്യക്തികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന് ഇടയിൽ എല്ലാ ഇടപെടലും നടത്തുന്നത് ബാങ്കുകളാണ്, അല്ലേ? ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള പണം കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് ബാങ്കിലാണോ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ബാങ്കാണ് അത് കൈകാര്യം ചെയ്യുന്നത്, ആ ബാങ്ക് അനുവാദം തന്നാൽ മാത്രമേ അത് നിങ്ങളുടെ വാലറ്റിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? 2 വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്കിടയിൽ മൂന്നാമത്തെ ഒരു കക്ഷിയാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനി ആയിക്കഴിഞ്ഞാൽ പോലും അതിൻ്റെ CEO, മാനേജർ, MD അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ കമ്പനിയിൽ എന്തൊക്കെ നടക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യത്യസ്തരായ ആളുകൾക്ക് ആ ഒരു പ്രസ്ഥാനവുമായി ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും തീരുമാനങ്ങളിൽ പങ്കെടുക്കാനോ മറ്റോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ വലിയ പ്രാധാന്യമില്ല. അത് കസ്റ്റമേഴ്സായി കഴിഞ്ഞാലും മറ്റ് ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിനായി കഴിഞ്ഞാലും നിശ്ചയിക്കപ്പെട്ട മൂന്നാമത്തെ കക്ഷിയാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ നിലനിൽക്കുന്നത്. എല്ലാ പ്രസ്ഥാനങ്ങളിലും അത്തരം അപകടങ്ങൾ സംഭവിക്കും എന്ന് ഈ പറയുന്നതിൽ അർത്ഥമില്ല. അല്ലെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ പല അഴിമതി കഥകളും കേൾക്കാൻ ഇടയായത് സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിലെ മൂന്നാമത്തെ കക്ഷിക്ക് എപ്പോൾ വേണമെങ്കിലും ഇടപെടാൻ സാധിക്കും എന്നുള്ള ഒരു സാധ്യതയാണ്. പലപ്പോഴും നമ്മൾ ഫീൽഡിൽ ചെല്ലുമ്പോൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്, പല പ്രൊജക്റ്റുകളും തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെയല്ലേ നിങ്ങൾ ഈ പറയുന്ന പേൾവെയിൻ ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്ന ഈ സിസ്റ്റവും തകരാൻ സാധ്യത ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പാർട്ട്നേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ഒരിക്കലും നമ്മുടെ സിസ്റ്റം സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒന്നല്ല. നമ്മുടെ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമായിട്ടാണ് എന്ന്. ഓക്കെ, സെൻട്രലൈസ്ഡ് സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ മറ്റൊരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന ഒരു ഹോട്ടൽ നിങ്ങൾ മനസ്സിൽ കരുതുക. അവിടെ ആ ഒരു മീറ്റിംഗ് ഹാൾ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ആ ഹാളിലുള്ള AC യുടെ തണുപ്പ് ഒരുപോലെയാണ് ലഭിക്കുന്നത്. ശരിയല്ലേ?
ഹോട്ടലിനെ നമുക്ക് ഒരു ബ്ലോക്ക് ചെയിനായി സങ്കല്പിക്കാം. ആ ഹോട്ടലിൽ നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന തണുപ്പ് ഒരേപോലെയാണ്. അവിടെ വ്യക്തികൾക്ക് ഒരു വ്യത്യാസവും അനുഭവപ്പെടുന്നില്ല. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വ്യക്തികളായി ആ ഹോട്ടലിൽ നമ്മൾ സ്വന്തമായി എടുത്ത മുറിയിലേക്ക് താമസം മാറുകയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ മുറിയിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എ സിയുടെ തണുപ്പ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. ശരിയല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇവിടെ ആ മീറ്റിംഗ് ഹാളിലിരുന്ന വ്യക്തികൾ നമ്മൾ തന്നെയാണ്. തണുപ്പ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ സ്വന്തം മുറിയിലേക്ക് പോയപ്പോൾ സംഭവിച്ചത് എന്താണ്? നമ്മളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ആ തണുപ്പിനെ നിയന്ത്രിക്കുവാനുള്ള അധികാരം കിട്ടുകയാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൂന്നാമത്തെ കക്ഷിയായി നമ്മൾ മാറുന്നു. അതായത് ആ ഹോട്ടലിനും തണുപ്പിനും ഇടയിൽ ആ തണുപ്പിനെ നിയന്ത്രിക്കാനുള്ള അധികാരം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മുറിയിലെ എ സിയുടെ കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. നേരത്തെ നമ്മൾ ഓർമ്മിക്കുക, നമുക്കെല്ലാവർക്കും ഒരുപോലെ ലഭിച്ച എ സിയുടെ തണുപ്പിൽ ഒരു നിയന്ത്രണവും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇതേപോലെയാണ് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലും സാമ്പത്തിക ഇടപാടുകൾക്കിടയിൽ ചില ക്രമക്കേടുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ മൂന്നാമത്തെ കക്ഷി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കോ സംഘടനകൾക്കോ സിസ്റ്റത്തിനോ അതിൽ നിരന്തരം ഇടപെടാൻ കഴിയും. അതാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ ഉള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും കേൾക്കേണ്ടി വരുന്ന പല പരാജയങ്ങളും സംഭവിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ. അതുപോലെ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബാങ്കിങ്, അതിൽ നമുക്കുണ്ടാവുന്ന ഒരു പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്മുടെ സ്വന്തം പണമാണ് നമ്മൾ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബാങ്കുമായി കണക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ സ്വന്തം പണം അത് ബാങ്കിൻ്റെ കൈകളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പണത്തിന് മുകളിലുള്ള നിയന്ത്രണം മുഴുവൻ ആ ഒരു സ്ഥാപനത്തിനാണ്. ഒന്നുകിൽ ബാങ്കിനാണ്, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കാണ്. ശരിയല്ലേ? പിന്നെ ആ പണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനത്തിനും നമ്മൾ നമ്മുടെ പണം തന്നെ നിക്ഷേപിച്ച ബാങ്കിന് വേണ്ടി അങ്ങോട്ടേക്ക് അധിക ചാർജ് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അതുമാത്രമല്ല, നമുക്കത് കൈകാര്യം ചെയ്യുന്നതിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവർ ഏറ്റെടുക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമുക്ക് പണം ലഭിക്കാതെ വരുന്നു. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ATM, മെസ്സേജുകൾ, ഇങ്ങനെ പലവിധ കാര്യങ്ങൾക്കായി നമ്മുടെ പണം നിക്ഷേപിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് തന്നെ ഫീസ് ഈടാക്കിക്കൊണ്ട് അങ്ങനെയാണ് ഈ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലുള്ള സാമ്പത്തിക വിനിമയങ്ങൾ നടക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. ഇതൊരിക്കലും ഒരു കുറ്റമായിട്ട് പറയുന്നതല്ല. നമ്മൾ ഇന്ന് വരെ കണ്ട ആ ഒരു സിസ്റ്റത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് ഞാനിവിടെ പ്രതിപാദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് എന്താണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പരിശോധിക്കാം. നമ്മൾ നേരത്തെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ക്രിപ്റ്റോ കറൻസി മേഖല, ഡിജിറ്റൽ കറൻസി മേഖല, NFT ടോക്കൺസ്, ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലൂടെയാണ്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന കാലഘട്ടത്തിൻ്റെ പുതിയ സാങ്കേതിക വിദ്യയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം, അവിടെ വ്യക്തികൾ, രാജ്യങ്ങൾ, മതങ്ങൾ ഒക്കെ ഒരു വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അവിടെ വ്യക്തിനിഷ്ഠമായിട്ടാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ കാര്യങ്ങളൊക്കെ
നടന്ന് മുന്നോട്ട് പോകുന്നത്. നിങ്ങളേത് രാജ്യത്താണ്, നിങ്ങളേത് പഞ്ചായത്തിലാണ്, നിങ്ങളേത് ബാങ്കിൻ്റെ പരിധിയിലാണ്, ഇങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുക. പക്ഷേ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഒരു അക്കൗണ്ട് ഹോൾഡർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായൊരു പേരോ സ്വന്തമായൊരു നാടോ സ്വന്തമായ ഒരു രാഷ്ട്രീയമോ ഒന്നുമില്ല. അവിടെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സ് മാത്രമാണ് ഡീസെൻട്രലൈസ്ഡിൽ ഒരു വ്യക്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് ഉപയോഗിച്ചു കൊണ്ടാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലെ മൂന്നാമത് ഒരു കക്ഷിയുടെ ഇടപെടലിൻ്റെ ആവശ്യം ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ ഇല്ല. ഉദാഹരണത്തിന്, ഈ ഒരു സാമ്പത്തിക ക്രയവിക്രയം നടക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ട്രസ്റ്റ് വാലറ്റാണ്. ആ ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി അതിനൊരു കീ ലഭിക്കുകയും നിങ്ങൾക്ക് സ്വന്തമായ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സ് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപേ ഉള്ളൊരു വീഡിയോയിൽ നിങ്ങളൊക്കെ കണ്ടതുപോലെ നിങ്ങളുടെ വാലറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ BNBയും PVC മെറ്റായും ഒക്കെ പരസ്പരം കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു റിസീവ് അഡ്രസ്സ് നിങ്ങൾക്കറിയാമല്ലോ. അതിനെയാണ് സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കോൺട്രാക്റ്റ് അഡ്രസ്സ് വെച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ്, ഒരു വിത്തിൻ സെക്കൻഡ് പോലും വേണ്ട, ഒരു സെക്കൻഡിൻ്റെ ഏറ്റവും ചെറിയ രൂപമായ ഒരു നാനോ സെക്കൻഡിനുള്ളിൽ ഒരു വാലറ്റിൽ നിന്നും മറ്റൊരു വാലറ്റിലേക്ക് നമ്മുടെ അസറ്റിനെ നമുക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയും. അങ്ങനെ ആ ഒരു അസറ്റ് കൈമാറ്റം നടക്കുന്ന സമയത്ത് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നതുപോലെ മറ്റൊരു വ്യക്തിക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിലാണ് ഈ ഒരു ഇടപാടുകൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും സെക്യൂറായ ഒരു പ്രോഗ്രാമാണ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നമ്മുടെ മേഖലയിൽ നടക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത്. അത് സാധാരണ ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളത് വ്യക്തമായി അവർക്ക് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർ ഇന്നലെ വരെ കണ്ട് പരിചയപ്പെട്ട ആ ഒരു രീതിയിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് സംശയങ്ങളുണ്ടാവാം. ആ സംശയങ്ങൾ മാറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലും ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലും എങ്ങനെയാണ് ക്രയവിക്രയം നടക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നടക്കുന്നതിന് പകരമായി ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് മാറുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്ന മാറ്റം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് നമുക്ക് നമ്മളെന്നും ആശ്രയിക്കുന്ന ബാങ്കിങ് സിസ്റ്റത്തെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. നമ്മൾ പണ്ടുകാലത്ത് ബാങ്കിങ് സർവീസിന് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്തിരുന്നത്? ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് രജിസ്റ്റർ ബുക്കുകളാണ് ഉണ്ടായിരിക്കുക. അവിടെ നമ്മൾ പണം കിട്ടിബോധിച്ചു, കൈപ്പറ്റി എന്നിങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടെ ഇടപാട് നടത്തിയിരുന്നത്. അതിനുശേഷം കമ്പ്യൂട്ടറുകൾ വന്ന കാലം തൊട്ട് ആ ലെഡ്ജറിന് പകരം ആ ഓഫീസിൽ ഒരു 10-15 കമ്പ്യൂട്ടറുകളിലേക്ക് നമ്മുടെ ഇടപാടുകൾ മാറുന്ന രീതി വന്നു. ഒപ്പം അതിൻ്റെ കൂടെ ലെഡ്ജറും. ഈ ഒരു മാറ്റങ്ങളാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്താൻ മൂന്നാമത്തെ കക്ഷിക്ക് ഒരു സാധ്യത എപ്പോഴും നിലനിൽക്കുന്നു എന്നത് ഒരു വലിയ സത്യമാണ്. അതാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു വലിയ പോരായ്മയും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെയാണ് ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയായ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ വരവ്, അതുമായി ബന്ധപ്പെട്ട സർവീസ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി ഒരു അക്കൗണ്ട്
ആരംഭിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഇടപാട് വിത്തിൻ സെക്കൻഡ് 10,000-കണക്കിന് കമ്പ്യൂട്ടറുകളിൽ രേഖപ്പെടുത്തി കഴിയുന്നു. അതാണ് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്ത സ്മാർട്ട് കോൺട്രാക്റ്റ് വഴി നമ്മൾ ചെയ്യുന്നത്. രണ്ട് വ്യക്തികളുടെ ഇടപാടുകൾക്കിടയിൽ ഒരിക്കലും ഒരു മൂന്നാമത്തെ കക്ഷിക്ക് ഇടപെടാൻ കഴിയില്ല. ബൈ ചാൻസ് അങ്ങനെ സംഭവിക്കാൻ വിദൂര സാധ്യത ആരെങ്കിലും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എങ്കിൽ പോലും അതിന് വർഷങ്ങൾ വേണ്ടി വരും. കാരണം 50% അധികം കമ്പ്യൂട്ടറുകളിൽ ഇതിൻ്റെ തിരുത്തൽ വരുത്തിയാൽ മാത്രമേ ആ ഒരു ഇടപാടിൽ നമുക്കെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുകയുള്ളൂ. മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു ശ്രമം നടക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇടപാടുകൾ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നതിന് പ്രൈവറ്റ് കീ, സീക്രട്ട് കീ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പ്രൈവറ്റ് കീ, പബ്ലിക് കീ, സീക്രട്ട് കീ അല്ല, പബ്ലിക് കീ. അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ തന്നെ ഈ ഒരു കീയുടെ ലെവലിൽ മാറ്റം വരികയും ആ ബ്ലോക്കുകൾ വഴി തിരിഞ്ഞ് മാറുകയും ഒക്കെ ചെയ്യും. അങ്ങനെ സാങ്കേതികമായി പല പ്രശ്നങ്ങളും ഈ ഒരു ബ്ലോക്കിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കും. അങ്ങനെയാണ് ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സാമ്പത്തിക ഇടപാടിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പാർട്ട്നേഴ്സ്, ഇനി വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് പുതിയ കാലത്തിൻ്റെ കൂടി ആയിരിക്കും എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് പേൾവെയിൻ ഇൻ്റർനാഷണൽ അവതരിപ്പിക്കുന്ന ഈ ആശയവുമായി PVC മെറ്റ മൾട്ടി പർപ്പസ് ടോക്കൺ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സാധ്യതയെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കാര്യങ്ങളെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് മുമ്പിൽ വളരെ ധൈര്യപൂർവ്വം അവതരിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം വലിയ ഒരു വിജയമാക്കി തീർക്കാൻ നമുക്കെല്ലാവർക്കും കൂട്ടായി പരിശ്രമിക്കാം എന്ന് മാത്രം നിങ്ങളോട് എൻ്റെ ഒരു അഭിപ്രായം തുറന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചുവെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെൽ ബട്ടൺ അമർത്തിക്കൊണ്ട് വീണ്ടും നമുക്ക് ഈ ചെറിയ സംസാരം തുടരാൻ നിങ്ങൾ സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഷാജി, കണ്ണൂർ. താങ്ക് യു. ജയ് പേൾവെയിൻ, പേൾവെയിൻ വിൽ നെവർ എൻഡ്. ഓക്കെ, താങ്ക് യു.